ഹിന്ദുമതത്തിലെ ഏത് ആചാരാനുഷ്ഠാനങ്ങൾക്കും പിന്നിൽ ചില ഐതിഹ്യ കഥകളുണ്ടാകും. അത്തരത്തിൽ 10-ാം ഉദയത്തിനു പിന്നിലുള്ള ഐതിഹ്യ കഥകൾ വിവരിക്കുകയാണ് ഇന്നത്തെ കഥയമമയിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പണ്ട് കാലം മുതൽ തന്നെ മനുഷ്യൻ്റെ ഒരു ശീലമായിരുന്നു പ്രകൃതിയുടെ വിഭവങ്ങളെ ഒക്കെ തന്നെ ആരാധിക്കുക എന്നുള്ളത്. പ്രത്യക്ഷ ഈശ്വരനായിട്ടാണ് നമ്മളെല്ലാവരും സൂര്യഭഗവാനെ കാണുകയും ചെയ്യുന്നത്. പ്രാചീന കാലം മുതൽ ഈ പ്രകൃതി ആരാധന നമ്മുടെ പാരമ്പര്യമാണ്. നമുക്കറിയാം, നമ്മൾ സനാതനധർമ്മത്തിൽ നദികളെ ഈശ്വരനായിട്ടാണ് കാണുന്നത്, സൂര്യചന്ദ്രന്മാരെ ദേവതകളായിട്ടാണ് കാണുന്നത്, മരങ്ങളെ പോലും നമ്മൾ ഈശ്വര ചൈതന്യങ്ങളായിട്ടാണ് കാണുന്നത്, ആല്, വേപ്പ് തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ തന്നെ. അപ്പം പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ പാരമ്പര്യമാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ പോലും ഒരു സമയത്ത് തൻ്റെ അച്ഛനായിട്ടുള്ള നന്ദഗോപരോട് പറയുന്നുണ്ട്, ഇന്ദ്രനെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്, ഗോവർദ്ധന പർവ്വതത്തെയാണ്. അപ്പോൾ പ്രകൃതിയെ ആരാധിക്കുക എന്ന് പറയുന്നത് അത്രയധികം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു വികാരമാണ്. അതിൽ തന്നെ സൂര്യൻ ഏറ്റവും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ദേവതാഭാവമാണ്. സൂര്യമണ്ഡലത്തിൽ ഏത് ഈശ്വരനെ വേണമെങ്കിലും സങ്കല്പിക്കാമെന്നാണ് പറയുക. ഗായത്രി കൊണ്ട് നമ്മൾ സംതൃപ്തരാക്കുന്നതും സൂര്യദേവനെ തന്നെയാണ്. ആ സൂര്യദേവൻ ഏറ്റവും പ്രധാനമുള്ള ഇന്നേ ദിവസം, മേടമാസത്തിലെ 10-ാം ദിവസം, വിഷു കഴിഞ്ഞ് ഇന്ന് 10 ദിവസങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നാണ് 10-ാം ഉദയം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് 10-ാം ഉദയത്തെക്കുറിച്ചാണ്. 10-ാം ഉദയം ആചാരാനുഷ്ഠാനപരമായിട്ട് എത്രത്തോളം അതിന് പ്രാമുഖ്യമുണ്ട് എന്ന് അറിയില്ല. എങ്കിൽ പോലും കാർഷിക സംസ്കാരമായിട്ടും ജ്യോതിഷപരമായിട്ടും ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു അവസരമാണ് ഈ 10-ാം ഉദയം. മേടമാസത്തിൽ വിഷു കഴിഞ്ഞിട്ട് വരുന്ന 10-ാമത്തെ സൂര്യോദയമാണ് 10-ാം ഉദയം എന്ന പേരിൽ നമ്മൾ ആചരിക്കുന്നത്. വിഷു ഒരു കാർഷികോത്സവമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ പറമ്പുകളിൽ നമ്മൾ തന്നെ കൃഷി ചെയ്തിട്ടുള്ള കണിവെള്ളരിയും പച്ചക്കറികളും ഒക്കെയാണ് നമ്മൾ കണി കണ്ടുണരുക വിഷുപ്പുലരിയിൽ. ഇന്ന് മാറിയ സാഹചര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ആയിരുന്നു നമ്മുടെ പാരമ്പര്യം. വിഷുവിന് ചാല് കീറുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കാർഷിക സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതായത് പുതിയൊരു കൃഷി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാല് കീറുക എന്നുള്ള പ്രവർത്തനം തുടങ്ങിയിരുന്നത് വിഷു ദിവസമായിരുന്നു. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അന്ന് വിത്ത് വിതയ്ക്കില്ല, അന്ന് ഈ ചാല് കീറൽ മാത്രമേ ഉള്ളൂ. 10-ാം ഉദയം ദിവസമാണ് ഒരു വിത്തിറക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്നേ ദിവസം സൂര്യൻ ഏറ്റവും ഉച്ചസ്ഥായിയിൽ വരുന്ന ദിവസമാണ് അത്രേ ഈ 10-ാം ഉദയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ശുഭകാര്യവും ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഈ 10-ാം ഉദയം എന്നാണ്. കൃഷി ചെയ്യാൻ, പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കാൻ, ഏതെങ്കിലും ഒരു വിദ്യ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നത് തുടങ്ങാൻ, അരങ്ങേറ്റം നടത്താൻ, ഇതിനൊക്കെ ഏറ്റവും പറ്റിയ ദിവസമാണ് അത്ര ഈ 10-ാം ഉദയം. ഇവിടെ നമ്മൾ ആരാധിക്കുന്നത് സൂര്യദേവനെയാണ്. പണ്ടൊക്കെ വെള്ളിമുറം കാണിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് 10-ാം ഉദയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നടന്നിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം ഒരു മുറത്തിൽ ഈ ഉണക്കല്ലരി പൊടിച്ച പൊടി, അരിപ്പൊടി നിവർത്തി വെച്ച് അത് പുറത്ത് കൊണ്ടുപോയിട്ട് സൂര്യോദയ സമയത്ത് ഭഗവാൻ സൂര്യദേവനെ കാണിക്കത്രേ. എന്നിട്ട് സൂര്യൻ്റെ കുറച്ച് ഗതി മാറിക്കഴിഞ്ഞാൽ ആ അരിപ്പൊടി കൊണ്ട് ഉണ്ണിയപ്പവും അടയും പോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അത് ഭഗവാന് നേദിച്ച പ്രസാദമാണ് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ കഴിക്കുമായിരുന്നു. സൂര്യദേവനെ നേരിട്ട് ആരാധിക്കുന്ന ഒരു രീതിയായിരുന്നു അത്. കാരണം ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്നാ പറയുക. സർവ്വ അറിവിൻ്റെയും നാഥനായിട്ട് സൂര്യനെ പറയാറുണ്ട്. ബുദ്ധി ഉണ്ടാവാൻ ധിയോയോന പ്രചോദയാത് എന്നാണ് ഗായത്രിയിൽ പറയുന്നത്. ആ ശരിയായിട്ടുള്ള വിവേക ബുദ്ധി ഉണ്ടാവണം എന്നുണ്ടെങ്കിലും സൂര്യദേവൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ഇനി ഐശ്വര്യം വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ഇന്നേ ദിവസം സൂര്യനെ നമ്മൾ ആരാധിക്കുമ്പോൾ അക്ഷയതൃതീയ കഴിഞ്ഞു അല്ലേ? അക്ഷയതൃതീയ ദിവസം നിരവധിയായിട്ടുള്ള കഥകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അന്നേ ദിവസം ഈ ദ്രൗപദിക്ക് സാക്ഷാൽ ധർമ്മപുത്രർ അക്ഷയപാത്രം കൊണ്ടുപോയി കൊടുത്ത ദിവസമാണെന്നൊരു വ്യാഖ്യാനം കൂടി ഉണ്ട്. ആരാണ് ഈ അക്ഷയപാത്രം ധർമ്മപുത്രർക്ക് കൊടുക്കുന്നത്? അത് സാക്ഷാൽ സൂര്യദേവനാണ്. സൂര്യദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പാണ്ഡവർക്ക് അക്ഷയപാത്രം കിട്ടുന്നത്. അതുവഴിയാണ് വനവാസക്കാലത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ അവർക്ക് പറ്റിയിരുന്നത്. അപ്പോൾ ഇന്നേ ദിവസം 10-ാം ഉദയം ദിവസം നമ്മൾ സൂര്യദേവനെ ആരാധിക്കുമ്പോൾ ആ അക്ഷയപാത്രത്തിൻ്റെ കഥ കൂടി നമ്മൾ സ്മരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം
ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ വിദ്യയും ഐശ്വര്യവും സമ്പത്തും എല്ലാം തന്നെ സൂര്യദേവനിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ കാർഷിക പാരമ്പര്യം ആയിക്കോട്ടെ, പൗരാണികമായിട്ടുള്ള പുരാണ ഐതിഹ്യ പാരമ്പര്യം ആയിക്കോട്ടെ, ഇതൊക്കെ ആയിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം, പത്താമുദയം. ദൗർഭാഗ്യവശാൽ ഈ പത്താമുദയം എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയിലുള്ള പല കുട്ടികൾക്കും അതെന്താണ് എന്ന് പോലും അറിയില്ല. ആ ചടങ്ങുകളെക്കുറിച്ച്, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മൾ പിന്തുടരുന്ന കാർഷിക സംസ്കാരത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചുകൂടിയൊക്കെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം എന്ന് പഠിപ്പിക്കുന്ന സനാതന ധർമ്മത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ധർമ്മത്തിൽ ജീവിക്കുന്ന ഓരോ കുട്ടിയും ആത്യന്തികമായി പ്രകൃതിയെ ഈശ്വരനായിട്ട് കാണാൻ പഠിച്ചു വേണം വളർന്നു വരാൻ. അതുകൊണ്ട് ഈ പത്താമുദയം ദിവസം സൂര്യഭഗവാനെ നമുക്ക് സാധിക്കുന്ന തരത്തിൽ ആരാധിക്കുക. വെള്ളിമുറം കാണിക്കൽ പോലുള്ള ചടങ്ങുകളൊക്കെ വീണ്ടും നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. കാരണം അതൊരു കൂട്ടായ്മയുടെ, ഒരു കുടുംബത്തിൻ്റെയൊക്കെ വളരെ രസകരമായിട്ടുള്ള ഒരു ഒത്തുചേരലിൻ്റെ കൂടെ ദിവസമായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ പുനഃസൃഷ്ടിക്കാൻ പത്താമുദയം പോലുള്ള ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. എല്ലാവർക്കും സാക്ഷാൽ ആദിത്യനാരായണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.